നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 90-ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും വിവിധ പരിപാടികളോടെ നടന്നു. കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കൂരാവിവൻ തുണി നിൻ പദം ഒന്നൊന്നായി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. ചടങ്ങുകൾ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. ദേവനിൻ മഹിമയാർന്ന കോവിലിൻ പാവന പ്രഭയഴും വിളക്കിന സാവധാനമടയിൻ കൊടുത്തിനെ അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം സൽപതീരുൾ തുറന്നു മെല്ലവേ ശില്പരമ്യ പദപീഠഭൂവിൽ നിന്നുൽപ്പതിച്ചു തിരുനീലത്തണേ സ്ത്രീമയാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞമലർമാല തന്നിലും സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിനുമെല്ലാം വലിയ ശക്തിയായി മാറിയിട്ടുള്ള SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ നവതിയിലേക്ക് കടക്കുന്ന ഈ വർഷത്തിലുള്ള സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻസിൽ നിങ്ങളോടൊപ്പം ഞാൻ സംബന്ധിക്കുന്നത്. പറവൂർ എന്ന് പറയുന്നത് ഇന്ന് വികസനത്തിൻ്റെ വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു പാതയിലാണ്. 90 വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിന്ന ഒരു ജനതയെ വിദ്യാഭ്യാസപരമായി ശാക്തീകരിക്കാൻ ഗുരുദേവന്റെ ചിന്തകളിൽ അടിസ്ഥാനമാക്കി മുന്നോട്ട് വന്ന ഒരുപാട് കലാലയങ്ങളിൽ ഒന്നാണ് പറവൂർ SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ വിദ്യാലയം എത്ര രൂപയുടെ മൂല്യമാണ് എന്ന് മോണിറ്ററി ടേംസിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അളക്കാൻ സാധിക്കില്ല. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഈ വിദ്യാലയത്തെ പറ്റിയും ഇവിടുത്തെ പഠന രീതികളെ പറ്റിയൊക്കെ പറയുവാനും മറ്റെല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനും കഴിവുള്ള വിശിഷ്ട വ്യക്തികൾ വേദികളുണ്ട്. നിതിൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. അവർക്കൊക്കെ അവസരം നൽകിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ വി ബിന്ദു ടീച്ചറെയും
ഓഫീസ് സ്റ്റാഫ് ES അനിൽകുമാറിനെയും മെമ്മന്റോ നൽകി ആദരിച്ചു. SNDP യൂണിയൻ കൺവീനർ ഷൈജു മലക്കപ്പടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സൗഹൃദങ്ങളെ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇടം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്കൂളാണ്, അല്ലെ? സൗഹൃദങ്ങൾക്കുള്ള ഇഴയെടുപ്പം മറ്റൊന്നിനും ഉണ്ടാവില്ല. ആ സൗഹൃദങ്ങളെ പങ്കുവെച്ചുകൊണ്ട് അത് നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗം ഡയറക്ടർ PS ജയരാജ് മുഖ്യ പ്രഭാഷകനായിരുന്നു. അക്കാഡമിക് വിജയങ്ങളും കൊണ്ട് ജീവിത വിജയം സൃഷ്ടിക്കാനാവില്ല എന്ന നഗ്നമായ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും ആവശ്യമെന്ന മാനവികത എന്ന വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കാനുള്ള കേന്ദ്രങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപകനായുള്ള PR ശാസ്ത്രിന്റെ ദീർഘീണം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അധ്യാപനം നടത്തുന്ന അധ്യാപകരുടെ നിരന്തരമായിട്ടുള്ള ശ്രേണി കൊണ്ട് സമ്പുഷ്ടമായ SNV ആത്മാഭിമാനത്തോടുകൂടി ശിരസ്സുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്. പറവൂർ നഗരസഭ പ്രതിപക്ഷ ലീഡർ TV നിതിൻ വാർഷിക സന്ദേശം നൽകി. ധാരാളം പുതിയ വിദ്യാഭ്യാസ ശാഖകൾ തുറന്നു, അല്ലെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി, ജോലിയുടെ പ്രയോറിറ്റി മാറി, ജോലിയുടെ തരംതിരിവുകൾ മാറി, അല്ലേ? എഡ്യൂക്കേഷന്റെ കരിക്കുലം മാറി. അപ്പൊ ആ മാറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മാറ്റങ്ങളെ, അത് സ്ഥായിയായിട്ടുള്ള മാറ്റങ്ങളെല്ലാം, ആ മാറ്റം തന്നെ വളരെ പെട്ടെന്ന് ഒരു പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും വലിയ മാറ്റങ്ങൾ വേറെ വരുന്നു. അപ്പൊ എപ്പോഴുമുള്ള മാറ്റങ്ങളെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഏർലി ബേർഡ്സ് ആയിട്ട് എങ്ങനെ മാറാന്നുള്ളതാണ് ഇന്ന് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MS രതീഷ് വിരമിക്കുന്നവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കഴിഞ്ഞ ദിവസം എനിക്ക് എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ വർഷത്തെ ഒരു കർഷക ദിനത്തിന് ഈ സ്കൂളിൽ എന്നെ ആദരിക്കുകയുണ്ടായി, കർഷകൻ എന്നുള്ള ലെവലിൽ. അപ്പോൾ അതും കർഷകൻ എന്നുള്ള പഞ്ചായത്തിനോടുള്ളൊരു പ്രതിബദ്ധത കൂടിയാണ് നമ്മുടെ SNDP യോഗം നമ്മളോട് കാണിച്ചത്. സിനി ആർട്ടിസ്റ്റ് ബൈജുക്കുട്ടൻ. കഥ പറയുമ്പോൾ സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കാലം. PTA പ്രസിഡന്റ് KB സുഭാഷ്. ഏറ്റവും താഴെത്തട്ടില് തുടർന്നുള്ള ഓരോ വളർച്ചകളിലും ഓരോ വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ ഏറെ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. മുൻകാലങ്ങളിലെല്ലാം SNV സംസ്കൃത സ്കൂള് അല്ലെങ്കിൽ SNDP യൂണിയൻ്റെ സ്കൂളിൽ നിന്നെല്ലാം അറിയപ്പെട്ടിരുന്ന ഷാജി സാറിൻ്റെ സ്കൂളിൽ നിന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുടർന്ന് SNDP യൂണിയൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് തന്നെ SNV സംസ്കൃത സ്കൂള് എറണാകുളം ജില്ലയിലും സംസ്ഥാന ദേശീയ തലങ്ങളിലെല്ലാം നമ്മുടെ കൊച്ചുമക്കളുടെ ധീരോത്തമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വേറെയേറെ പ്രശംസ പറ്റുകയും സ്കൂൾ യശസ്സ് ഏറെ ഉയരുകയും ചെയ്തു. ഇത് വിദ്യാർത്ഥികളുടെ മാത്രം കഴിവല്ല, അവരെ പരിപോഷിപ്പിച്ച ഇവിടുത്തെ അധ്യാപകരുടെ കഴിവാണ്. പ്രിൻസിപ്പാൾ V ബിന്ദു. ശ്രീനാരായണ ഗുരുദേവന്റെ നാമത്താൽ അറിയപ്പെടുന്ന SNV സാൻസ്ക്രിറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് വളരെ ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ്. 98 സെപ്റ്റംബർ 16 ഞാനിവിടെ അപ്പോയിൻമെന്റ് കിട്ടി വരുമ്പോൾ ഹയർ സെക്കൻഡറിയിൽ കേവലം 3 ബാച്ചുകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ UP ഹൈസ്കൂൾ സെക്ഷനിൽ 10-11 ക്ലാസ്സുകൾ മാത്രം. പക്ഷെ ഇന്ന് 2024-25 എത്തി നിൽക്കുമ്പോൾ 840ഓളം കുട്ടികളുമായി ഹയർ സെക്കൻഡറിയും 1600-ൽ പരം കുട്ടികളുമായി UP ഹൈസ്കൂൾ സെക്ഷനും വളരെ ഉയരങ്ങളിലേക്ക് പറക്കുന്നു. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ നൽകി. യോഗം ഡയറക്ടർ MP ബിനു, D ബാബു, D പ്രസന്നകുമാർ, ദിവ്യ ഉണ്ണികൃഷ്ണൻ, KR വിനോദ്, ബേബി സീനി, ഐഷ രാധാകൃഷ്ണൻ, സന്ദീപ് നാരായണൻ, ES അനിൽകുമാർ, കൺവീനർ MM സ്മിത എന്നിവർ സംസാരിച്ചു.
ഹെഡ് മാസ്റ്റർ CK ബിജു സ്വാഗതം പറഞ്ഞു. ആദ്യമായി അന്ന് MP ഫണ്ട് ലഭിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഫോട്ടോ കൂടി നമ്മൾ ആ ബിൽഡിങ്ങിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും ആ സ്നേഹം നൽകുന്ന 20 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ഈ വിദ്യാലയത്തിൽ വരുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നവതിയുടെ നിറവിലായിരിക്കുമ്പോൾ കൂടി അതൊരു വലിയ പ്രത്യേകതയാണ്. സെക്രട്ടറി KV സാഹി നന്ദിയും പറഞ്ഞു. കലാപരിപാടികളും സമ്മാനദാന ചടങ്ങുകളും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.